വയനാട്ടിലെ ദുരിതബാധിതർക്ക് വീട് നിർമ്മിച്ചു നൽകാനുള്ള ഡിവൈഎഫ്ഐ ചലഞ്ചിൽ ബൈക്ക് നൽകി ഫയർഫോഴ്സ് ജീവനക്കാരൻ. കോഴിക്കോട് മുക്കം കാഞ്ഞിരമൊഴി സ്വദേശിയായ KT ജയേഷാണ് താൻ ഉപയോഗിക്കുന്ന ബൈക്ക് യുവജന സംഘടനയ്ക്ക് കൈമാറിയത്. തിരുവമ്പാടി MLA ലിൻഡോ ജോസഫ് ബൈക്ക് ഏറ്റുവാങ്ങി. മുക്കം കാഞ്ഞിരമൊഴി സ്വദേശിയും തിരൂർ ഫയർഫോഴ്സിലെ ജീവനക്കാരനുമായ KT ജയേഷാണ് താൻ ഉപയോഗിക്കുന്ന ബജാജ് പൾസർ ബൈക്ക് ഡിവൈഎഫ്ഐ പ്രവർത്തകർക്ക് കൈമാറിയത്. വയനാട്ടിലെ ദുരിതബാധിതർക്ക് വീട് നിർമ്മിച്ചു നൽകാനായി ഡിവൈഎഫ്ഐ സംസ്ഥാന വ്യാപകമായി നടത്തുന്ന പ്രവർത്തനത്തിലാണ് ജയേഷ് പങ്കാളിയായത്. നേരത്തെ മുക്കം അഗ്നിരക്ഷാ നിലയത്തിലായിരുന്ന ജയേഷ് കഴിഞ്ഞ പ്രളയകാലത്തിലുൾപ്പെടെ നിരവധി രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളിയായിരുന്നു. ഇപ്പോൾ തിരൂർ നിലയത്തിൽ പ്രവർത്തിക്കുന്ന ജയേഷിന് വയനാട്ടിലെ രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളിയാകാൻ കഴിഞ്ഞില്ല. ഇത്തരമൊരു സാഹചര്യത്തിലാണ് തന്നാൽ കഴിയുന്ന സഹായം എന്ന നിലയ്ക്ക് തൻ്റെ പക്കലുള്ള 2 ബൈക്കുകളിലൊന്ന് ഡിവൈഎഫ്ഐ ചാലഞ്ചിൽ നൽകാൻ തീരുമാനിച്ചത്. ഇപ്പോൾ മുക്കത്തല്ല വർക്ക് ചെയ്യുന്ന തിരൂരേക്കാണ്. തിരൂരിൽ നിന്ന് എനിക്ക് നിലമ്പൂർ മേഖലയിലാണ് എനിക്ക് വർക്ക് ചെയ്യാൻ കഴിഞ്ഞത്. പിന്നെ വീട്ടിലിപ്പോൾ 2 വണ്ടികളുണ്ട്. അച്ഛന് സുഖമില്ലാത്തത് കാരണം ഇനി ആ വണ്ടി ഉപയോഗിക്കാം. ഇതൊരു നല്ലൊരു കാര്യത്തിന് വേണ്ടി കൊടുക്കാമെന്ന് വെച്ചു. ഡിവൈഎഫ്ഐ കൂടരഞ്ഞി മേഖലാ കമ്മിറ്റി കൈമാറിയ ബൈക്ക് കൂടരഞ്ഞി അങ്ങാടിയിൽ നടന്ന ചടങ്ങിൽ തിരുവമ്പാടി MLA ലിൻഡോ ജോസഫ് ഏറ്റുവാങ്ങി. സാധാരണ ആക്രി ചലഞ്ച് എന്ന് പറയുമ്പോൾ ഉപയോഗശൂന്യമായിട്ടുള്ള വാഹനങ്ങളാണ് കൈമാറുന്നതെങ്കിൽ താൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വാഹനം ഓടിച്ചു കൊണ്ടുവന്ന് ഇവിടെ കൈമാറുന്നു എന്നുള്ളത് അദ്ദേഹം നടത്തുന്ന ഏറ്റവും മികവുറ്റ ഒരു പ്രവർത്തനമാണ്. ചടങ്ങിൽ കൂടരഞ്ഞി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആദർശ് ജോസഫ്, ഡിവൈഎഫ്ഐ മേഖലാ ഭാരവാഹികൾ എന്നിവർ പങ്കെടുത്തു. കൈരളി ന്യൂസ്, കോഴിക്കോട്.